മൂത്ത മോളല്ലേ, നിന്നെ കണ്ടിട്ടല്ലേ ഇവരെല്ലാവരും പഠിക്കുന്നത്. എപ്പോഴും മൂത്ത പെൺകുട്ടികൾ ചെറുപ്പം തൊട്ടേ കേട്ട് വരുന്നൊരു കാര്യമാണ്, നീയാണ് മൂത്ത കുട്ടി, നീ എല്ലാവരും നന്നായി നോക്കണം, നന്നായി പഠിക്കണം, ആരെയും വിഷമിപ്പിക്കരുത്, നിന്നെ കണ്ടാണ് ബാക്കി എല്ലാവരും പഠിക്കാൻ നിൽക്കുന്നത്. സോ ചെറുപ്പം തൊട്ടേ ഈ കുട്ടികൾ ഈ കാര്യം കേട്ട് വളരുന്നതുകൊണ്ട് തന്നെ വളരെ സെൽഫ് റിലയന്റ് ആയിരിക്കും ഇവർ. അവരുടെ കാര്യങ്ങളൊക്കെ അവർ സ്വന്തമായി ചെയ്തോളും. സൊസൈറ്റി പറയുന്ന പോലെ വളരെ മെച്ചുവേർഡ് ആയിട്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കാത്ത കുട്ടികളായിരിക്കും. പക്ഷെ ഇവർക്ക് പ്രശ്നം വരുന്നത് കൂടുതലായിട്ട് പാരന്റിഫിക്കേഷൻ കാണാറുണ്ട്. പാരന്റിഫിക്കേഷൻ എന്ന് പറയുന്നത് ആ പ്രായത്തിൽ എടുക്കേണ്ടാത്ത ഭാരം അവരുടെ മേലെ അടിച്ചേൽപ്പിക്കാം. പല സിനിമയിൽ നമ്മൾ കേട്ടിട്ടുണ്ട്, എന്നെ നോക്കിയത് എന്റെ അമ്മയല്ല, എന്റെ ചേച്ചിയാണ് എന്റെ അമ്മ, എന്റെ അമ്മയുടെ എല്ലാ കാര്യങ്ങളും എനിക്ക് വേണ്ടി ചെയ്തത് ചേച്ചിയാണ്. ചിലപ്പോൾ ഈ രണ്ട് സിബ്ലിങ്സും തമ്മിൽ 1, 2, 3 വയസ്സ് വ്യത്യാസമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഒരു പാരന്റ് എന്ന് പറയുന്ന ഒരു വലിയ റോള് ഈ കുട്ടിക്ക് ഈ ചെറിയ പ്രായത്തിലേ ചെയ്യേണ്ടതല്ല. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനാണ് നമ്മൾ പാരന്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനിയിപ്പോ ഈ കുട്ടികൾ വലുതായി എന്ന് വിചാരിക്കുക, അവരെ നമ്മൾ ചെറുപ്പം തൊട്ടേ നീ ഇൻഡിപെൻഡന്റ് ആവണം എന്ന് പറഞ്ഞ് അവരെ ഹൈപ്പർ ഇൻഡിപെൻഡന്റ് ആയിരിക്കും. അവർക്കൊരു പ്രശ്നം വരുമ്പോൾ അത് തുറന്ന് പറയാനോ ആരോടെയും ഹെൽപ്പ് സീക്ക് ചെയ്യാനൊക്കെ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് നിങ്ങളുടെ കുട്ടികൾ എത്ര ആൾക്കാരാണെങ്കിലും അവരൊക്കെ അവരുടെ ഏജിനനുസരിച്ച് ട്രീറ്റ് ചെയ്യുക. അവരുടെ പൊസിഷൻ, മൂത്ത കുട്ടി ആയതുകൊണ്ട് ഇങ്ങനെ ആയിരിക്കണം, ഇളയ കുട്ടി ആയതുകൊണ്ട് ഇങ്ങനെ ആയിരിക്കണം, അങ്ങനെയല്ല, അവരുടെ ഏജിനനുസരിച്ചുള്ള റെസ്പോൺസിബിലിറ്റീസ് മാത്രം കുട്ടികൾക്ക് കൊടുക്കുക.